ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസൺ മാർച്ച് 28-ന് ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തവണ വലിയ പ്രതീക്ഷകളോടെയാണ് ടീമുകളെല്ലാം ഇറങ്ങുന്നത്. അവസാന സീസണിലെ പിഴവുകളെല്ലാം നികത്തി മിനി താരലേലത്തിലൂടെ തന്ത്രങ്ങൾ മെനഞ്ഞാണ് ഇത്തവണ ടീമുകൾ ഇറങ്ങുന്നത്. പല സൂപ്പർ താരങ്ങളുടെയും അവസാന IPL സീസണായി ഇത്തവണത്തെ സീസൺ മാറുമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. IPL-ൽ ഇമ്പാക്ട് പ്ലെയർ നിയമം വന്നതോടെ പല സീനിയർ താരങ്ങളെയും ഇമ്പാക്ട് പ്ലെയർ ആക്കി മാറ്റുന്നതാണ് കാണാനാവുന്നത്. അവസാന സീസണിൽ രോഹിത് ശർമ്മയെ ഇമ്പാക്ട് പ്ലെയർ ആക്കിയാണ് മുംബൈ ഇന്ത്യൻസ് കളിപ്പിച്ചത്. മുംബൈയെ 5 തവണ കിരീടം ചൂടിച്ച രോഹിത്തിനെ ബാറ്റിംഗിൽ മാത്രമാണ് ഇറക്കിയത്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ രോഹിത്തിനെ ഫീൽഡ് ചെയ്യിക്കുന്നതിനോട് വലിയ താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് വസ്തുത. ഇത്തവണ രോഹിത്തിന്റെ അവസാന സീസണായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോഴിതാ രോഹിത് ശർമ്മയെ ഇമ്പാക്ട് പ്ലെയറാക്കി ഇത്തവണ കളിപ്പിക്കരുതെന്നും മുഴുവൻ സമയവും ഫീൽഡിൽ വേണമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ആകാശ് ചോപ്ര. യുക്തിപരമായി ചിന്തിച്ചാൽ പൂർണ്ണ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ രോഹിത്തിനെ എല്ലാ മത്സരവും കളിപ്പിക്കണം. ഇമ്പാക്ട് പ്ലെയറാക്കി കളിപ്പിക്കരുത്, പ്രത്യേകിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ. ഒരു ഓപ്പണർ ബാറ്റ്സ്മാനെ 20 ഓവർ ഡഗ്ഔട്ടിലിരുന്ന് കളി കാണിക്കുക എന്നത് ശരിയായ രീതിയല്ല. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ തീർച്ചയായും ഫീൽഡിൽ വേണം. രോഹിത് ശർമ്മ നിലവിലെ ഏറ്റവും മികച്ച ഫിറ്റ്നസ് ഉള്ള താരങ്ങളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ 40 ഓവർ തീർച്ചയായും കളിക്കേണ്ടതായുണ്ട്. മുംബൈ ഇന്ത്യൻസ് രോഹിത്തിനെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണെന്നും ആകാശ് ചോപ്ര പറഞ്ഞു. ഹാർദിക് രോഹിത് ശർമ്മയെ അവമാനിക്കുന്ന തരത്തിലാണ് പെരുമാറുന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ്. മുംബൈയിലെ കാണികൾ ഹാർദിക്കിനെ കൂവി വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. രോഹിത് ശർമ്മയെ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യിച്ച ഹാർദിക്കിന്റെ തീരുമാനം വലിയ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ക്രിക്കറ്റ് ലോകത്തും സമൂഹ മാധ്യമങ്ങളിലും ശക്തമായിരുന്നു. ഇക്കാര്യത്തിൽ ഹാർദിക്കിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് ആരാധകരിൽ നിന്നും പല താരങ്ങളിൽ നിന്നും ഉണ്ടായത്. പലരും രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. രോഹിത് ശർമ്മ ബുദ്ധിമാനായ നായകനാണ്. എങ്ങനെ മത്സരം ജയിപ്പിക്കണമെന്നും സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ മത്സരത്തെ മാറ്റണമെന്നെല്ലാം രോഹിത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ അനുഭവ സമ്പത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് മുംബൈ ചെയ്യേണ്ടത്. എന്നാൽ എന്താവും മുംബൈയുടെ തീരുമാനം എന്നതാണ് കണ്ടറിയേണ്ടത്. രോഹിത് ശർമ്മയും കിൻഡൻ ഡീകോക്കും ചേർന്നാവും മുംബൈക്കായി ഓപ്പൺ ചെയ്യുക. എന്നാൽ ഫീൽഡിങ്ങിൽ രോഹിത്തിനേക്കാൾ മികച്ചൊരു താരത്തെ കൊണ്ടുവരാനാവും മുംബൈയുടെ പദ്ധതി. എന്നാൽ ഇന്ത്യക്കായി ഇപ്പോഴും ഏകദിനം കളിക്കുന്ന രോഹിത് മികച്ച ഫീൽഡിംഗ് പ്രകടനവും ബാറ്റിംഗ് പ്രകടനവും പുറത്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലെന്ന് നടിച്ച് മുംബൈക്ക് മുന്നോട്ട് പോകാനാകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. രോഹിത് ശർമ്മയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഹാർദിക് ശ്രമിക്കാത്ത പക്ഷം ഇത്തവണയും വലിയ വിമർശനം ഉയരുമെന്ന കാര്യം ഉറപ്പാണ്. ഇത്തവണയും കൂടി മുംബൈക്ക് കിരീടമില്ലെങ്കിൽ ഹാർദിക്കിന് ക്യാപ്റ്റനായി മുന്നോട്ട് പോക്ക് എളുപ്പമായിരിക്കില്ലെന്ന് നിസ്സംശയം പറയാം. മറുവശത്ത് മുംബൈയുടെ സ്ഥിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സ് മലയാളി താരം സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സ്വന്തം പാളയത്തിൽ എത്തിച്ചു കഴിഞ്ഞു. ഇത്തവണയും മഹേന്ദ്ര സിംഗ് ധോണി മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുംബൈക്ക് ഈ സീസൺ വളരെ നിർണായകമാണ്. അതിനാൽ കപ്പിലേക്ക് എത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്.